എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു ആദ്യമായിട്ടാണ് റേഷൻ വർഷിപ്പിലേക്ക് കടക്കുന്നത്. ദൈവം ഒരുപാട് ദിവസങ്ങൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും ഞങ്ങൾക്കത് മാറ്റിവെക്കേണ്ടി വന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്പിരിച്വൽ ലൈഫിലെ ഗുരുക്കന്മാരായി കാണുന്ന ബഹുമാനപ്പെട്ട CV ഡേവിഡ് സാർ, ബഹുമാനപ്പെട്ട നമ്മുടെ വിൻസെൻ്റ് ബ്രദർ, അതുപോലെ തന്നെ ഒരു ജോസഫ് സാറുണ്ടായിരുന്നു, അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല. ഇവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് തന്നെ എൻ്റെ ചെറിയൊരു പ്രാർത്ഥന ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. എന്നോടൊപ്പം നിങ്ങൾ പാട്ടൊക്കെ പാടി നമുക്ക് കർത്താവിന് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു 20 മിനിറ്റ് അത്രേ ഞാൻ സമയമെടുക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് എന്നോടൊപ്പം ഇവിടെ വചനം പ്രഘോഷിക്കണം. ഞങ്ങളിവിടെ അൾത്താരയിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, നമ്മുടെ സഹോദരന്മാരൊക്കെ വചനം പ്രഘോഷിക്കാറുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വളരെ സൈലൻ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ ദിവ്യകാരുണ്യ രൂപത്തിന് മുന്നിൽ നിങ്ങൾ വചനം പറയണം. അതായത് നമ്മൾ ഓരോരുത്തരും ഞാനിതേപോലെ ആദ്യ തുടക്കത്തിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ദൈവ അനുഗ്രഹത്തിൽ ഞാൻ UAE-യിലായിരുന്നു 15 വർഷം. UAE-യിൽ അവിടുത്തെ റേഡിയോ സ്റ്റേഷനിലെ RJ ആയിട്ടും സൗണ്ട് എഞ്ചിനീയറായിട്ടും, ദുബായിലെ ആദ്യത്തെ മലയാളം റേഡിയോ ഏഷ്യയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടിരുന്നത്. കോവിഡ് വന്നപ്പോഴേക്കും ജോലി പോയിട്ടാണ് തിരിച്ചിങ്ങോട്ട് കയറിയത്. ഇവിടെ കയറി എത്തിയപ്പോഴും എന്ത് ചെയ്യണമെന്നുള്ള ഒരിതില്ലായിരുന്നു. ഒരു പ്രത്യേകമായ ഒരു ജോലി കിട്ടുകയോ ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലോട്ട് എത്താനോ എനിക്ക് പറ്റാത്തൊരവസ്ഥയിൽ നിന്നും എന്നെ കൈപിടിച്ച് ഉയർത്തിയത് റെവറൻഡ് ഫാദർ പാങ്ക്രേഷ്യസ്. അദ്ദേഹമാണ് എന്നെ തിരുവനന്തപുരം ബിഷപ്പ് ഹൗസിലേക്ക് നയിക്കുകയും അവിടെ വെച്ച് ഇപ്പോൾ ഞാൻ നിലവിൽ നമ്മുടെ തിരുവനന്തപുരം ആർച്ച് ഡയസിസിൻ്റെ ബിഷപ്പ് ഹൗസിൻ്റെ മീഡിയയിൽ ഒരു വർക്ക് ചെയ്യുന്നു. അവർക്ക് വേണ്ടി കഴിഞ്ഞ തുടർച്ചയായ 2 വർഷം ഒരു ദിവസം പോലും മുടക്കാതെ പ്രഭാത പ്രാർത്ഥന അതിരാവിലെ 4:30 റെക്കോർഡ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട CV ഡേവിഡ് സാറിൻ്റെ ഒരു പ്രാർത്ഥന അമ്പലം പള്ളിയിൽ എനിക്ക് കേൾക്കാനിടയായത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ബ്രദറെ, എവിടെയാണ് നിങ്ങൾ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥന നടത്തുന്നത്? എനിക്കൊന്ന് കൂടിയാൽ കൊള്ളാമെന്നുണ്ട്. പാട്ട് പാടാനല്ല കേട്ടോ, ഞാൻ പ്രാർത്ഥന കൂടാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ അദ്ദേഹം എന്നെ നയിച്ചത് ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്കും അദ്ദേഹം ലീഡർഷിപ്പ് നൽകുന്ന അനന്തപുരി കൺവെൻഷൻ്റെ ജവമാല കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയിലേക്കുമാണ് എന്നെ നയിച്ചത്. അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾക്കൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഗാനങ്ങൾ ആലപിക്കാൻ ഒരവസരം തന്നു. ഇപ്പോൾ അവരെന്നെ കുറച്ചുകൂടെ ഒരു പടിയുടെ മുകളിലേക്ക് ദൈവത്താൽ നയിക്കപ്പെട്ട് ഇവരുടെ അനുഗ്രഹത്താൽ ഞാൻ ചെറിയ രീതിയിലുള്ള വചനം പറയാൻ പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദിവ്യകാരുണ്യനാഥനായ സർവശക്തനായ കർത്താവേ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയും വിധാതാവായ ദൈവം, മാനവരാശിയോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ കുർബാനയായി മാറുന്ന കർത്താവ്, ആ സ്നേഹം തന്നെയായ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമുക്ക് ഈ ഗാനം ആലപിച്ച് സ്തുതിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു.
ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ഈ ലോകസമ്പത്തിനേക്കാൾ ഈ ലോകബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകസമ്പത്തിനേക്കാൾ ഈ ലോകബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ചേർന്ന് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. നമ്മുടെ മുന്നിൽ ദിവ്യകാരുണ്യ രൂപം എഴുന്നള്ളിയിരിക്കുന്നു. ആ ദിവ്യകാരുണ്യത്തിൻ്റെ നടുക്കിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് ഏകാഗ്രതയോടെ കൊണ്ടുപോവുക. അതിൻ്റെ നടുക്കിലൂടെ നിങ്ങൾ യേശുവിനെ കാണുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒന്ന് മനസ്സ്
ഒരു വെള്ള പോലെയാക്കിക്കൊണ്ട് ആ അതിൻ്റെ നടുക്കിലേക്ക് നോക്കുക. അവിടെ നിങ്ങൾക്ക് ദൈവത്തിനെ കാണാം. ആ ദിവ്യകാരുണ്യത്തിൻ്റെ നടുവിൽ യേശു എഴുന്നള്ളിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷേ നമ്മുടെ കണ്ണുകളിൽ ഒരു പാട, അന്ധതയുടെ പാപത്തിൻ്റെ ഒരു പാട നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ പാട മാറ്റാൻ പറ്റാതെ പോകുന്നത് നമ്മൾ പലപ്പോഴും പാപങ്ങൾ ഏറ്റു പറയാറില്ല. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ പലതും മറച്ചു വെച്ചുകൊണ്ട്, കുമ്പസാരക്കൂട്ടിൽ പോലും പലതും നമ്മൾ മറച്ചു വയ്ക്കാറുണ്ട്. എന്നാൽ വൈദികനോട് എങ്ങനെ പറയും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ദിവ്യകാരുണ്യത്തിൻ്റെ ഉള്ളിലേക്ക് സൂക്ഷ്മം നിങ്ങൾക്ക് നോക്കിയിരുന്നാൽ അവിടെ നിങ്ങൾക്ക് കർത്താവിനെ കാണാം. അവിടെ നിങ്ങൾക്ക് ദൈവത്തിനെ തിരിച്ചറിയാം. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ ആ കുരിശിലെ കൈകളുടെ എത്രമാത്രം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കൈകൾ വലിച്ചു നീട്ടപ്പെട്ടിരിക്കുന്നു. എത്രമാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ആണിപ്പഴുതിലൂടെ കാണികൾ അടിച്ചുകൊണ്ട് ആ കാലുകൾ നിങ്ങൾക്ക് കാണാം. വിരിമാറിലൂടെ രക്തം ചിന്തി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കണ്ണീരൊഴുക്കി കരഞ്ഞുകൊണ്ട് കുരിശിൻ്റെ മാറിൽ അവൻ മരിച്ചു വീണു. എണ്ണമേറുന്ന നമ്മുടെ പാപങ്ങൾ മാറ്റിത്തരണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിലേക്ക് കടക്കാം. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമാ നീങ്ങിടുന്ന ജീവിതം, വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം, കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ, കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിൻ ആത്മാവ് എന്നിൽ വീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. ചേർന്ന് പാടാം.
കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി പാടാം. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. ഈശോയെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. നമ്മുടെ ശരീരം കൊണ്ട് ഈശോയെ നമുക്ക് ആരാധിക്കുന്നു, നമ്മുടെ മനസ്സുകൊണ്ട് ഈശോയെ ആരാധിക്കുന്നു. എൻ്റെ മനസ്സും ഈശോയുടെ മനസ്സും ഒന്നായി തീരട്ടെ. നമുക്കങ്ങനെ വിട്ടുകൊടുത്താൽ ഈശോയുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്ന് നമ്മുടെ മനസ്സും ഈശോയുടെ മനസ്സും ഒന്നായി തീരുന്നു. ഈശോ നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ സ്നേഹപൂർവ്വം അവനെ സ്വീകരിക്കുവാനും നമ്മുടെ യാചനകൾ സമർപ്പിക്കുവാനും നമ്മളെ ബന്ധനങ്ങളിൽ നിന്ന് മോചിച്ച് സ്വന്തമാക്കുന്ന യേശുവിൽ ശക്തനായവനാണ്. നമ്മളെ ബന്ധിപ്പിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളേക്കാൾ ശക്തനായവൻ. അവനെ അടിച്ചമർത്തി ഇല്ലാതാക്കി നരകത്തിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടാണ് നമ്മളെ അവൻ്റെ മാത്രം സ്വന്തമായി സ്വീകരിക്കുകയാണ്. അവനെ സ്വീകരിക്കാം. കാണുക ക്രൂശിൻ പാതയിൽ 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 ഘോരമാ മറുകുരിശേന്തി പോകുമാ ദേവകുമാരൻ. കാണുക ക്രൂശിൻ പാതയിൽ 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 നിന്ദാഹമൊക്കെയും തീർക്കാൻ നിനക്കായി രക്ഷയും ജലവും ഞാനേകി. നിന്ദാഹമൊക്കെയും തീർക്കാൻ നിനക്കായി രക്ഷയും ജലവും ഞാനേകി. അതിൻ ഫലമായി നീ നൽകി എനിക്കായി ഘോരമാം കൈപ്പുനീർ മാത്രം. എൻ പ്രിയജനമേ, എൻ പ്രിയജനമേ, എന്തു ഞാൻ തിന്മകളേകി. ഈ പാനപാത്രം ഞാൻ കുടിപ്പാനാ എൻ പ്രിയതാതാ നിൻ ഹിതമോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ നമുക്ക് അവസാനം പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായി ഭക്തിവ കൊണങ്ങ എന്നുള്ള ഗാനം ആലപിക്കാം. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീണുന്ന ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സ്വാതരം മാറി നിൽപ്പൂ.
ഇന്ദ്രിയങ്ങൾ കെഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ഇന്ദ്രിയങ്ങൾ കെഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും അവീതം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സുസ്ഥി